നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ബസ്സിൻ്റെ ബാക്കി പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു വൈറ്റ് കോട്ട് ഇത്ര വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈറ്റ് പെയിൻ്റ് അടിച്ചപ്പോൾ കിട്ടിയ പണിയും കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണാം. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി ഉണ്ടാക്കുന്ന മുഴുവൻ വീഡിയോ ഇത്രയുമുള്ള പണി ഓരോ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ആ ഒരു ബ്ലൂ പെയിൻറ്റ് അടിക്കുന്നത്, അതുപോലെ തന്നെ ഗ്രാഫിക്സ് വർക്ക്, ആ ഒരു നമ്മൾ ചെറിയൊരു ഡിസൈനൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിസൈൻ വർക്കൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് ഇത്രയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത് വെച്ചത്. അതായത് മാസ്കിൻ്റെ ആപ്പ് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് മാസ്കിൻ്റെ ആപ്പ് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുന്നതാണ് നമ്മൾ ലാസ്റ്റ് എടുത്ത പണി. നമുക്കിതിൽ പെയിൻറ്റ് അടിക്കണം. നമ്മൾ അടിക്കാൻ പോകുന്ന പെയിൻറ്റ് സ്പ്രേ പെയിൻ്റാണ്. ഒരു ഫെറോസ ബ്ലൂ എന്നുള്ള രീതി നെയിമുള്ളൊരു ആ ഒരു കളറാണ് നമ്മളിതിൽ അടിക്കാൻ പോകുന്നത്. ഈ ഒരു കാണുന്ന ഫിറോസ ബ്ലൂ എന്നുള്ള ആ ഒരു നമ്പർ 54 നമ്പർ ഫിറോസ ബ്ലൂ എന്ന് പറഞ്ഞ ആ ഒരു പെയിൻ്റാണ് നമ്മളിപ്പോൾ ഇതിന് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു പെയിൻറ്റ് എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഫുള്ള് കവറേജ് എടുത്തിട്ട് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സാധാരണ കുറച്ചൊരു വണ്ടിയായിട്ട് കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഇതേപോലെ നമുക്ക് സ്പ്രേ പെയിൻറ്റ് മുഴുവനായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ലൈറ്റ് ബ്ലൂ അല്ല, കാണുമ്പോൾ തന്നെ കുറച്ചൊരു ഡാർക്കായിട്ടുള്ളൊരു ബ്ലൂ ആണ്. അപ്പോൾ ഇതൊന്ന് മുഴുവനായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അധികം ഒരു സ്ഥലത്ത് തന്നെ അടിച്ച് പിടിക്കാൻ പാടില്ല, എന്നാലും ഇതേപോലെ ഒലിച്ച് താണ ഒരു വൃത്തികേടാവും. അപ്പോൾ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് എടുത്ത് ഇതേപോലെ കുറച്ചായിട്ട് അടിക്കുക. എന്തായാലും മുഴുവനായിട്ട് നമുക്കൊന്ന് ഇത് അടിച്ചെടുക്കാം. മുഴുവനായിട്ട് നമ്മൾ ആ ഒരു സ്പ്രേ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മുകൾ ഭാഗത്ത് അധികം അടിച്ചിട്ടില്ല, കാരണം അവിടെ ബ്ലാക്കാണ് വരിക. അതുകൊണ്ട് അധികം മുകൾ ഭാഗത്ത് അടിച്ചിട്ടില്ല. നമ്മൾ എന്തായാലും നമുക്കുള്ള പണി വെച്ചാൽ ഈ ഒരു മാസ്കിൻ്റെ ആപ്പൊക്കെ റിമൂവ് ചെയ്യലാണ്. ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷമാണ് മാസ്കിൻ്റെ ആപ്പൊക്കെ റിമൂവ് ചെയ്യുന്നത്. അപ്പം പെയിൻറ്റ് അടിച്ചപാട് റിമൂവ് ചെയ്യാൻ നിൽക്കരുത്, അത് കൊളായി പോകും. അപ്പം കുറച്ച് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഫസ്റ്റ് നമ്മൾ ഈ ഒരു ലൈൻസാണ് ഇത് ഒഴിവാക്കുന്നത്. ആ ഒരു ലൈനോട് ഒട്ടിച്ച മാസ്കിൻ്റെ ആപ്പാണ് ഫസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മല്ലനെ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. എന്തായാലും ഫ്രണ്ടിൽ റിമൂവ് ചെയ്യൽ നടക്കില്ല, കാരണം ഫ്രണ്ട് കുറച്ച് ഉണങ്ങാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് നമ്മൾ സൈഡിൽ ഫസ്റ്റ് റിമൂവ് ചെയ്യുക. അപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല, എനിക്ക് ഉണങ്ങാനുള്ളൊരു ക്ഷമയുണ്ടായിട്ടില്ല. അതായത് കുറേ ടൈം വെച്ചിട്ട് നമുക്ക് മാസ്കിൻ്റെ ആപ്പ് റിമൂവ് ചെയ്യാൻ കറക്റ്റ് ആ ഒരു ലൈൻ തന്നെ കിട്ടും. എനിക്ക് അത്രയും ക്ഷമയില്ല. അതുകൊണ്ട് ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം റിമൂവ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് അതിനെ കാണാനുണ്ട്, ആ ഒരു വൃത്തി അധികം വന്നിട്ടില്ല, ആ ഒരു ലൈൻസിന് അധികം വൃത്തിയില്ല. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ട് റിമൂവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എനിക്ക് അത്രയും ഒരു ക്ഷമയില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയം വെച്ചപാടും റിമൂവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ലൈൻസ് അത്ര ഒരു പെർഫെക്റ്റ് അല്ല. പ്രശ്നമില്ല, അതൊരു ഡിസൈനായിട്ട് ഇരിക്കട്ടെ. എന്തായാലും നമ്മൾ മുഴുവനായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാണുന്ന രീതിക്ക് മുഴുവനായിട്ട് ഇതാക്കിയിട്ടുണ്ട്. നമ്മൾ ആ ബേക്കിൽ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്, ബേക്കിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിസൈനിൽ വെച്ച് നിർത്താൻ കഴിയില്ല. ആ ഒരു പണി കിട്ടിയത് മറക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ആലോചിച്ചാലാണ് ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് ചെറിയൊരു ഡിസൈനൊക്കെ മനസ്സിൽ വന്നത്. ബ്ലാക്ക് ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ട് ചെറിയൊരു ഡിസൈനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പണി കിട്ടി. അവിടെ ഒരു പെയിൻറ്റ് പോയിട്ടുണ്ട്, അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പണി ഇങ്ങനെ കിട്ടിക്കൊണ്ടേ നിൽക്കും. അതിനെ തരണം ചെയ്തിട്ട് നമ്മൾ വണ്ടി ഉണ്ടാക്കുന്നതാണ് ഈ ഒരു മേഖലയിലെ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ആ ഒരു ബ്ലാക്ക് ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ട് ഇതേപോലെ മൊത്തത്തിലൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് ചെയ്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ ഡിസൈനായി ഇപ്പം വേറെ തന്നെ ഒരു ലുക്കായിട്ടുണ്ട് വണ്ടി. നമ്മൾ ആ ഒരു ബ്ലാക്ക് വിചാരിച്ചൊരു കാര്യമല്ല, ആ ഒരു ചെറിയൊരു പണി കിട്ടിയതുകൊണ്ട് മാത്രം ആ ഒരു ബ്ലാക്ക് അടിച്ചാണ് ഇത്. എന്നാലും അവിടെ ഒരു ഇത് ഇല്ല, വൃത്തി വന്നിട്ടില്ല, പ്രശ്നമില്ല. അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ടാണ് നല്ലൊരു വൃത്തി വന്നിട്ടില്ല. പിന്നെ നമ്മൾ അധികം ഡീറ്റെയിൽഡായിട്ട് ചെയ്യാത്തൊരു വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അധികം ഇതാക്കുന്നില്ല. എന്തായാലും വർക്ക് നമ്മളെ പെയിൻറ്റിങ് വർക്ക് മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സൈഡ് ഗ്ലാസ് റിമൂവിങ്ങിൻ്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അല്ല എടുത്തിനായിരുന്നു, പക്ഷേ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അതുകൊണ്ട് അത് കിട്ടിയിട്ടില്ല, മാസ്കിൻ്റെ ആപ്പ് റിമൂവ് ചെയ്യുന്ന വീഡിയോ കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മൾ അടുത്ത നെക്സ്റ്റ് വണ്ടി ചെയ്തിരുന്ന വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ മാസ്കിൻ്റെ ആപ്പ് റിമൂവ് ചെയ്യുന്ന വീഡിയോ നമുക്ക് എടുക്കാം. എന്തായാലും വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളെ മറ്റേ വണ്ടി വേറെ തന്നെ ഒരു ലുക്കിലാണ് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് വീഡിയോ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ മുൻപോട്ടെ വീഡിയോസൊക്കെ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ എന്തായാലും അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.